എന്റെ മരുമോന്റെ മൂക്കിന് കയറിടാൻ നിങ്ങളുടെ മകൾക്ക് കഴിയുമോ സഖാവേ? എന്റെ മോക്ക് കഴിയില്ല. അവൾ നിഷ്കളങ്കിയായ ഒരു പൊട്ടിപ്പെണ്ണ. പിന്നെ തമ്പിളാളിക്ക് വേണ്ടി ഞാൻ ചില അടവുകളൊക്കെ പ്രയോഗിച്ചു നോക്കാം. പറ്റി ഒരു വിവാഹ ബന്ധത്തിലൂടെ മാത്രമേ നമ്മുടെ ജയനെ തിരുത്താനാവൂ. ശ്രമിക്കാം. ആ അല്ല, അന്നത്തെ ആ പെണ്ണില്ലേ, അവൾ ഏതാ? അതെന്റെ ഒരു പേഴ്സണൽ ഏർപ്പടക്കമാ. പ്ലീസ് പറഞ്ഞുകൂടാ. അപ്പോഴേ വൃദ്ധന്മാരുടെ ഒരു ലീലാവിനോദം അവിവാഹിതനായ എനിക്കും വേണ്ടേ വല്ലപ്പോഴും ഒരു തമാശ? അല്ല, ചെല്ലപ്പൻപിള്ള എന്താ കുടിക്കാതെ അങ്ങനെ തിരിഞ്ഞിരിക്കുന്നത്? എനിക്ക് തൊട്ട് നോക്കാൻ ലേശം ചമ്മന്തി വേണം. എടോ, ഇത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണോ? ബ്ലാക്ക് ആൻഡ് വൈറ്റ് അല്ല, ഇനി ഈസ്റ്റേൺ കളർ ആണെങ്കിലും ഞാൻ കുടിക്കണമെങ്കിൽ എനിക്ക് ചമ്മന്തി വേണം. ഓ, താനും തന്റെ ഒരു ചമ്മന്തി പ്രിയോ. പക്ഷെ ഒരു കാര്യം, ജയന്റെ കല്യാണക്കാര്യം പൂർണിമ, നിനക്ക് എന്നോട് വെറുപ്പാണല്ലേ? ജീവനെ പോലെ സ്നേഹിക്കുന്ന ഒരാളുടെ ഹൃദയം ഒരിക്കലും ഒരു പെൺകുട്ടി തല്ലി ഉടയ്ക്കരുത്. ദൈവം അത് ഒരിക്കലും സഹിക്കില്ല. വെളുത്ത പാവാടയും ബ്ലൗസും എല്ലാം കീറി എറിഞ്ഞുവല്ലേ? സാരമില്ല, ഒരിക്കൽ കൂടി ഞാൻ ഒരവസരം നിനക്ക് തരുന്നു. നിന്റെ വീട്ടിന്റെ മുന്നിൽ നീ വളർത്തുന്നില്ലേ ആ റോസ, അതിൽ ഇന്നലെ ഒരു ചുവന്ന പൂവ് വിടർന്നിട്ടുണ്ട്. എന്നോട് ഇഷ്ടമുണ്ടെങ്കിൽ നീ ആ പൂ ചൂടി നാളെ കോളേജിൽ വരണം. ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം എന്നത്തെയും പോലെ നിർത്തുന്നു. സ്നേഹപൂർവ്വം, നിന്റെ പ്രിയപ്പെട്ടവൻ. ഉണ്ണിത്താനമ്മാവൻ പറഞ്ഞേച്ചിട്ട് വന്നതാ. പുള്ളിക്കാരൻ പല പ്രാവശ്യം സാറിനെ കാണാൻ അവിടെ വന്നിരുന്നു. എന്തിനാ? ഒരു കല്യാണക്കാര്യം പറയാനാ. കല്യാണക്കാര്യം? അതെ,
നമ്മുടെ തമ്മാനി വശത്ത് നാണക്കുറിപ്പിന് മകൾ പൂർണിമ. പൂർണിമ സെയിന്റ് പീറ്റേഴ്സിലാ പാടുന്ന പെൺകുട്ടി? അതെ. സാറിന്റെ അഭിപ്രായം അറിഞ്ഞിട്ട് അവരോട് ആലോചിക്കാമെന്ന് കരുതി. ആട്ടെ, ആ കുട്ടി അറിയാമോ? അറിയാം. എന്നാ ആലോചിക്കാൻ പറയട്ടെ. പൂർണിമയുടെ വീട്ടുകാർക്ക് ഇഷ്ടമാണെങ്കിൽ എനിക്കും ഇഷ്ടമാണ്. ഉണ്ണിത്താനോട് ആലോചിക്കാൻ പറയും. എന്നാ ഞാൻ വരട്ടെ. ചെല്ലപ്പൻപിള്ള സാറുമായി നിങ്ങൾക്ക് എന്തെങ്കിലും ബന്ധമുണ്ടോ? കുടുംബ സുഹൃത്തുക്കൾ എന്നതിനപ്പുറം യാതൊരു ബന്ധവുമില്ല. എന്താ ചോദിച്ചത്? മകൻ കുറച്ചു കാലമായി അവിടെ താമസിക്കുന്നു, അതറിഞ്ഞുകൊണ്ട് ചോദിക്കുക. ചെല്ലപ്പൻപിള്ളി അവനും ഒരേ രാഷ്ട്രീയ പാർട്ടി പെട്ടവരല്ലേ? എന്തോ പ്രവർത്തനത്തിനെന്നും പറഞ്ഞാ ചെല്ലപ്പൻപിള്ളി അവനെ വന്ന് വിളിച്ചുകൊണ്ട് പോയത്. ഇപ്പൊ എനിക്ക് മനസ്സമാധാനമായി. പാർട്ടി ഓഫീസിൽ കിടക്കുന്നതിനേക്കാൾ സുഖമായി എന്റെ മോൻ ജീവിക്കുമല്ലോ. എന്നാ ശരി, ഞാൻ പോകുന്നു. തമ്പി മുതലാളിയോട് കൂടി ഒന്ന് ആലോചിക്കണമല്ലോ. പണത്തിന് സ്വല്പം ബുദ്ധിമുട്ടുള്ളവരാവാം. പണവും പ്രതാപവും ഒന്നും ഒരു പ്രശ്നമല്ല. നല്ല സ്വഭാവവും സൗന്ദര്യമുള്ളൊരു പെണ്ണ് വേണം, അത്ര തന്നെ. ഏതായാലും ഉണ്ണിത്താൻ അവരോടൊന്ന് സംസാരിച്ചു നോക്ക്. സമ്മതമാണെങ്കിൽ വലിയൊരാണ് പറഞ്ഞാൽ മതിയല്ലോ. യോജിക്കുന്ന പ്രശ്നമേ ഇല്ല. ജയന് വളരെ ഇഷ്ടമാണ്. ആയിരിക്കാം. പക്ഷേ ഞാൻ അവന് ഒരു നല്ല പെൺകുട്ടിയെ കണ്ടിട്ടുണ്ട്. ആളൊരു ഭയങ്കര വാശിക്കാരനാ. ഇതല്ലാതെ മറ്റൊരു വിവാഹം. അവന്റെ ഒരു വാശി. അമ്മാവന്റെ ഇഷ്ടം എനിക്കൊരു പ്രശ്നമല്ല. അച്ഛന്റെ സ്ഥാനത്തുനിന്ന് വിവാഹം നടത്തി തരാൻ ഒരേ ഒരാളല്ലേ ഉള്ളൂ, വല്യേട്ടൻ. അമ്മാവൻ നടത്തി തരില്ല എന്ന് വാശി പിടിച്ചാൽ നടത്തിയേ പറ്റൂ. ഞാൻ അങ്ങയുടെ മരുമോന. വാശിയുടെ കാര്യത്തിൽ ഞാൻ ഒട്ടും പിന്നിലല്ല. വാശിയുടെ പേര് നടത്തേണ്ടതല്ല മോനെ വിവാഹം. മനസ്സുകൊണ്ട് ഇഷ്ടപ്പെട്ടെങ്കിലേ അത് നടത്താവൂ. മനസ്സുകൊണ്ട് എനിക്ക് ഇഷ്ടമാണെന്നേ. നമുക്ക് ആ പെൺകുട്ടി ഒന്ന് കാണാൻ പോവാം. ഞാൻ ഉണ്ണിത്താനോട് എല്ലാം പറഞ്ഞു വെച്ചിട്ടുണ്ട്. മനസ്സുകൊണ്ട് ഇഷ്ടപ്പെട്ട പെൺകുട്ടി വിവാഹം കഴിക്കാൻ അമ്മ എന്നെ അനുവദിക്കണം. പൂർണിമ നല്ല തറവാടി പെൺകുട്ടിയാ. പൂർണിമ നന്നായിട്ട് പാടും, നന്നായിട്ട് പഠിക്കും, പിന്നെ കാണാനും നല്ല കുട്ടിയാ. അതൊക്കെ നിനക്കെങ്ങനെ അറിയാം? ഓ ഗുരുവായൂരപ്പ, മഹാഭാഗ്യം. ഒരെണ്ണമെങ്കിലും നല്ലതാണെന്ന് പറഞ്ഞല്ലോ. അപ്പൊ ചെല്ലുമ്പിള്ളയുടെ മകളുടെ കാര്യം? എനിക്ക് യാതൊരു താല്പര്യമില്ല. എനിക്കതിനാ താല്പര്യം. കല്യാണം കഴിക്കാൻ പോകുന്നത് അമ്മാവനല്ലല്ലോ. ഉണ്ണിത്താൻ, കല്യാണം കഴിക്കാൻ പോകുന്നത് ഞാനാ. താൻ ആലോചിച്ചു. എന്താ ഇത്? அந்த கோமதி அம்மா வழங்கி அரைச்சாச்சு. வழங்கி அரைச்சாச்சா? நான் சொல்ல கேட்டேன். அன்புள்ள அத்தானுக்கு சாமி, இது வந்து பொடும் தமிழ். சாமி படிச்சா போதும். அந்த கோமதி அம்மாள் வந்து ரொம்ப ஏதா இருக்க, கடி பார்த்துருங்க. கோமதி அம்மாள் ஷண்முக ഹരിഹര സുബ്രഹ്മണ്യ അയ്യർ. ഫസ്റ്റ് PDC. അയ്യര് കോൾ അടിച്ചല്ലോ. ശരി അല്ലേ? പൊക്കോ.